പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ജൂൺ മാസം ആരംഭിക്കുകയാണ്. ഈ ജൂൺ മാസത്തിൽ കുറച്ച് നക്ഷത്ര ജാതകർക്ക് ഏറെ സൗഭാഗ്യങ്ങൾ നിറഞ്ഞൊരു സമയമാണ്. ഇവരുടെ കുടുംബം രക്ഷപ്പെടുന്നൊരു സാഹചര്യം നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആരൊക്കെയാണ് ഈ നക്ഷത്ര ജാതകരെന്നും ഇവരുടെ കുടുംബത്തിൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയെന്നും ഈ വ്യക്തികൾ നേടിയെടുക്കാൻ പോകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയെന്നും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി. നമുക്ക് ആദ്യം തന്നെ പറയേണ്ട നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്ര ജാതകരാണ്. ഇവർക്ക് ബന്ധുക്കളിൽ നിന്നും സഹോദര തുല്യരിൽ നിന്നും ചില സഹായങ്ങൾ ലഭിക്കാനും സന്തോഷം നിറഞ്ഞ സാഹചര്യം അനുഭവപ്പെടാനും സാധ്യതകൾ കൂടുതലാണ്. സഹായിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചിരിക്കുന്നവരുടെ സഹായം പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ ലഭിക്കും. വിദേശത്ത് നിന്നും സ്വന്തം നാട്ടിൽ വന്നൊരു സ്വയം തൊഴിൽ തുടങ്ങാൻ അവസരം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അറിയാതെ ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാകും. പ്രതിസന്ധികൾ അതിജീവിക്കാൻ ഇത് ഉപകാരപ്പെടും. കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് പഠന വൈകല്യങ്ങൾ മാറ്റിയെടുക്കാൻ വിദ്യാർത്ഥികൾ ഈ അധ്യയന വർഷത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. പ്രതികൂലമായ ചുറ്റുപാടുകളും പ്രക്ഷുബ്ധമായ കുടുംബജീവിതവും പ്രയാസം ഉണ്ടാക്കിയവർക്ക് അതിൽ നിന്നെല്ലാം കരകയറാൻ ഒരു അവസരമാണ് ഈ ജൂൺ മാസം. പൊതുരംഗത്ത് തന്ത്രപരമായ നീക്കങ്ങൾ നടത്താൻ സാധിക്കും. മേലുദ്യോഗ പദവിക്കുള്ള നിയമതടസ്സം മാറിവരും. മറ്റുള്ളവരുടെ കടബാധ്യതകൾ തലയിലാകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. നിയമയുദ്ധത്തിൽ ധനസഹായം ലഭിക്കുകയും വിജയം ലഭിക്കുകയും ചെയ്യും. പാർട്ട്ണർഷിപ്പിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കണം. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് അനുഭവപ്പെടുക. ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് അർദ്ധനാരീശ്വരന് നെയ്വിളക്ക്, കൂവളമാല, പാർവതി ദേവിക്ക് പട്ട്, താലി എന്നിവ സമർപ്പിക്കുക. ശ്രീരാമന് തുളസിമാല, നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി മകയിരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഐശ്വര്യം നിറഞ്ഞൊരു ജീവിതം ലഭിക്കുന്ന ദിവസങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. എല്ലാത്തിനോടും താല്പര്യം ഇരട്ടിയായിട്ട് ഇവർക്ക് ലഭിച്ചു തുടങ്ങും. സാമ്പത്തികമായിട്ട് ഇനി അങ്ങോട്ട് ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാകില്ല. കർമ്മമേഖലയിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. വിട്ടുവീഴ്ച മനോഭാവത്തോടെയുള്ള പെരുമാറ്റം കുടുംബത്തിൽ സന്തോഷത്തിനും ഐശ്വര്യത്തിനും കാരണമാകും. ബന്ധുക്കളുടെ വിവാഹം നടക്കാൻ സാധ്യതകൾ കൂടുതലാണ്. വിവാഹ വിഷയങ്ങളിൽ അനുകൂല തീരുമാനങ്ങളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ ശോഭിക്കപ്പെടും. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്കായിട്ട് ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകും. അന്യദേശത്ത് ഭൂമി ഇടപാട് നടക്കും. വ്യാപാര വ്യവസായ മേഖലയിൽ അടുക്കും ചിട്ടയും വരുത്തും. പ്രണയവിവാഹ യോഗം കാണുന്നുണ്ട്. സ്ഥാനക്കയറ്റത്തിൽ വിവാദം ഒഴിവാക്കാനായിട്ട് സാധിക്കും. അന്യദേശങ്ങളിൽ നിന്ന് ശുഭവാർത്ത ജൂൺ മാസത്തിൽ പ്രതീക്ഷിക്കാം. സന്താനത്തിന് സാങ്കേതിക മേഖലയിൽ തൊഴിൽ സാധ്യതയും കാണുന്നുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഭദ്രകാളിക്ക് രക്തപുഷ്പാർച്ചന, കടുംപായസം, സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭസ്മാഭിഷേകം, ശ്രീകൃഷ്ണന് തുളസിമാല, പാൽപായസം, അഷ്ടലക്ഷ്മി യന്ത്രം വീട്ടിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കുന്നതും ഗുണം ചെയ്യും. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കർമ്മമേഖലയിൽ നേട്ടം പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ്. ആത്മീയ കാര്യങ്ങളിൽ ജൂൺ മാസത്തിൽ താല്പര്യം കൂടുതലായിരിക്കും. ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാനാകും. പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും അത്ഭുതകരമായിട്ട് ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടും. അതിരുകടന്ന ആത്മവിശ്വാസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ജാമ്യം നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ നിന്നും
ഒഴിഞ്ഞുമാറി നിൽക്കണം. പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കൃഷിയിൽ നിന്നും കന്നുകാലികളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും. വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ളവർക്ക് ഉന്നതി പ്രതീക്ഷിക്കാം. വായ്പ കുടിശ്ശിക അടച്ചു തീർക്കുന്നതിന് സാവകാശം ലഭിക്കുന്നതാണ്. ആധുനിക ചികിത്സകളിൽ ഉപരിപഠന യോഗം. കലാരംഗത്ത് സഹകരണം വർദ്ധിക്കും. ഇറക്കുമതി രംഗത്ത് പൂർവാധികം ശക്തമായിട്ട് തിരിച്ചു വരാൻ സാധിക്കും. പൊതുരംഗത്തെ എതിർപ്പുകൾ മറികടക്കും. അംഗീകാരത്തിനുള്ള സമ്മർദ്ദം ചെലുത്തേണ്ടതായിട്ട് വരും. കായിക രംഗത്ത് മുന്നേറ്റം വരും. ഉപരിപഠനത്തിന് വാശി വർദ്ധിക്കുകയും ചെയ്യും. മിഥുനക്കൂറുകാർ ദോഷപരിഹാരത്തിന് വേണ്ടിയിട്ട് ശിവന് ജലധാര, കൂവളമാല, ശ്രീകൃഷ്ണന് വെണ്ണ നിവേദ്യം, വേട്ടയ്ക്കൊരു മകന് അർച്ചന, ഹാരം, വിദ്യാർത്ഥികൾ സരസ്വതി യന്ത്രം ധരിക്കുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വിദ്യാരാജ ഗോപാലാർച്ചന നടത്തുന്നതും ഏറെ ഗുണം ചെയ്യുന്നൊരു സാഹചര്യമാണ് ഇവരെ കാത്തിരിക്കുന്നത്. ഇനി നമുക്ക് പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ചെയ്യാത്ത തെറ്റുകൾക്ക് ആരോപണം നേരിടേണ്ടി വന്നവർക്ക് അതിൽ നിന്ന് കരകയറാൻ സാധിക്കുന്നതാണ്. ക്രമക്കേട് കാണിക്കുന്ന ജീവനക്കാർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അതുമൂലം ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതകൾ കൂടുതൽ. നാഡീരോഗങ്ങൾ മൂലമുള്ള ക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും. മനസ്സിന് ധൈര്യം നൽകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളുടെ പിന്തുണ മാതാപിതാക്കൾക്ക് സാന്നിധ്യവും ആശ്വാസവും ഏകുന്ന സമയമാണ്. ഉദ്യോഗം ഉപേക്ഷിച്ച് ബിസിനസ് തുടങ്ങുവാനുള്ള തീരുമാനം വളരെ വേഗത്തിൽ നടപ്പാക്കുക. വിജയസാധ്യതകൾ കൂടുതലാണ്. തുടർന്നു വരുന്ന തൊഴിൽ രംഗത്ത് ഉന്നതി ഉണ്ടാകും. പ്രവർത്തന മേഖലയിൽ വിശേഷ അംഗീകാരവും പ്രശസ്തിയും ലഭിക്കുന്നതാണ്. ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും പ്രമാണം തിരിച്ചെടുക്കാൻ സാധിക്കും. കായിക രംഗത്ത് മികച്ച നേട്ടം കൈവരിക്കാനാകും. വാഹനം മുഖേന ആദായം ഉണ്ടാകും. സന്താനത്തിന് ദൂരദേശത്തു നിന്നും മേന്മയുള്ള വിവാഹബന്ധം. ജീവിത പങ്കാളിക്ക് അപ്രതീക്ഷിത ധനാഗമം. പുത്തൻ ഗൃഹം സ്വന്തമാക്കാൻ അവസരം എന്നിവ കാണുന്നു. ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് ഹനുമാൻ സ്വാമിക്ക് വടമാല, അർച്ചന, ശങ്കരനാരായണന് നെയ്വിളക്ക്, ദുർഗാക്ഷേത്രത്തിൽ പാൽപായസം, ദേഹരക്ഷയ്ക്കായിട്ട് ദുർഗാ യന്ത്രം ധരിക്കുന്നതും നല്ലതായിരിക്കും. ഇനി ചിങ്ങക്കൂറിൽ പിറന്ന മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഗുരുകാരണവന്മാരുടെ ആശീർവാദത്തോട് തുടങ്ങുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിജയത്തിൽ എത്തും. ഉന്നത വ്യക്തികളുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടാൻ അവസരമുണ്ട്. ഇത്തരം സൗഹൃദങ്ങൾ പ്രതിസന്ധി തരണം ചെയ്യാൻ ഉപകാരപ്പെടും. ഭാഗ്യദേവതയുടെ അനുഗ്രഹവും ഉണ്ട്. പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാൻ ഇടവരും. ഭക്ഷണക്രമത്തിൽ ശ്രദ്ധ പുലർത്തണം. പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നല്ല സമയമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് സമയം അനുയോജ്യമാണ്. വിവാഹാദി കാര്യങ്ങൾക്ക് കാലം അനുകൂലം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരത്തിന് അർഹതയുണ്ട്. വിവാഹ കാര്യത്തിലുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. പുനർവിവാഹത്തിന് സാധ്യത കാണുന്നുണ്ട്. പുതിയൊരു വാഹനം വാങ്ങാൻ ഈ സമയം അനുകൂലമാണ്. ഈ മാസം മുഴുവനും വളരെ സാമ്പത്തിക നേട്ടങ്ങളുടെ സാധ്യതകൾ കൂടുന്നു. സാമ്പത്തിക കാര്യത്തിൽ കൂടുതൽ അച്ചടക്കം പാലിക്കണം. ചിലവ് അധികരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൃഷിയിൽ നിന്ന് നേട്ടം. വളർത്തുമൃഗങ്ങൾക്ക് രോഗം വരാതെയും ശ്രദ്ധിക്കുക. ഇവർ ദോഷപരിഹാരത്തിന് സർപ്പകാവിൽ, നൂറും പാലും, ഹനുമാന് വെറ്റിലമാല, ശിവന് ജലധാര എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അവിട്ടം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും, സഹോദരങ്ങളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും സന്തോഷം നിറഞ്ഞ അന്തരീക്ഷവും ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ദുർവാശി മൂലം സുഹൃത്ത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാതെ ഒന്ന് നോക്കണം. ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ഇവർക്ക് ലഭിക്കും. അപകടമുണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി മനസ്സിലാക്കി വെക്കുക. മാസ അവസാനം ഗൃഹ അന്തരീക്ഷം അനുകൂലമാകും. വാഹനം വാങ്ങാനും ഗൃഹനിർമ്മാണത്തിനും സമയം അനുകൂലമാണ്. കുട്ടികളുടെ പഠന വൈകല്യം മാറ്റിയെടുക്കാനാകും. വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങി സന്തുഷ്ട വിവാഹത്തിന് യോഗം ഉണ്ട്.
സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. വിവാഹ അനന്തരം സാമൂഹിക വിജയം കൈവരും. കുടുംബക്കാരുടെ സഹകരണത്താൽ ഗൃഹനിർമ്മാണം പൂർത്തിയാകും. നിയമ പോരാട്ടങ്ങളിൽ സംയമനം പാലിക്കണം. വസ്തു തർക്കങ്ങളിൽ അനുകൂല വിധി ഉണ്ടാകും. വസ്തു വിൽപ്പനയ്ക്കുള്ള തടസ്സം മാറും. കുടുംബസ്വത്ത് മോഹവിലയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഇവർ ദോഷപരിഹാരത്തിന് ഹനുമാന് വടമാല, വെണ്ണച്ചാർത്ത്, ശ്രീരാമന് നെയ്വിളക്ക് എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.